ഹായ് ഗൈസ്, മാന്താർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് ബബ്ബബ സിനിമ കാണാൻ പോവുകയാണ്. ശരിക്കും 6 മണിക്കത്തെ ഷോയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അമ്മാതിരി ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുന്നുണ്ട്. ഇവിടെ മാന്നാർ കടപ്പറയിലാണ് നമ്മൾ പടം കാണാൻ പോകുന്നത്. അപ്പോൾ സിനിമ കാണാൻ പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും. ഒത്തിരി കാര്യങ്ങളൊന്നും കാണത്തില്ല. ആദ്യമേ പറയാം, ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള അരുൺ വരുന്നുണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് ഇനി നമുക്ക് കാണാം. എന്തായാലും നമ്മുടെ അരുൺ വന്നിട്ടുണ്ട്. ആദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും അണ്ണാച്ചിമാരായിരിക്കുമെന്ന്, നമ്മുടെ പൈസ മേടിക്കാൻ വരുന്നത്. എന്തായാലും വന്നിട്ടുണ്ട്, ഇനി അവനോട് ചോദിക്കാം. അങ്ങനെ നമ്മുടെ അരുൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനോട് ചോദിക്കാം ഈ പടത്തിന് അവൻ എത്രത്തോളം എക്സ്പെക്റ്റേഷൻ ഉണ്ടോന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അപ്പോൾ നിനക്ക് എന്തായാലും പോസിറ്റീവ് ആണ് അറിഞ്ഞത്. അതെ, പിന്നെ അതിന്റെ പോസ്റ്ററൊക്കെ ഇറങ്ങി തൂക്കിയടിയാന്ന് കേട്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ അഴിഞ്ഞാട്ടം നമുക്ക് കാണാന്നുള്ള ഇതിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പടം കണ്ടിട്ട് പറയാം. ഞങ്ങൾക്ക് 6 മണിക്കാ ഷോ. ഇപ്പം അത്യാവശ്യം സമയമായിട്ടുണ്ടല്ലേ. നമുക്ക് ഏതായാലും ഇനിയും അങ്ങോട്ട് തിയേറ്ററിലോട്ട് പോകാം. തിയേറ്ററിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് തിയേറ്ററിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ എത്ര സമയമാണ്? 5:50 ആയിട്ടുണ്ട്. അപ്പോൾ 6 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. നമുക്കിനി പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അവരെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം. പടം കണ്ടിട്ട് ബാക്കി പറയാം. ഇൻ്റർവ്യൂവിൽ ഇറങ്ങാൻ പറയാം. അങ്ങനെ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാനില്ല, വിഷയം ഫസ്റ്റ് ഹാഫാണ്. തൂക്കിയടിയെന്ന് നമുക്ക് പറയാം. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ടിഞ്ഞ പനിയായി. എന്നിട്ട് നമ്മൾ പടത്തിന് വന്ന് സൗണ്ടും പോയി. ഒന്നാമതേ സൗണ്ട് ഇല്ല പനിയായത്. എന്നിപ്പോ പിന്നെ സൗണ്ട് പോയി. പടം ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ദിലീപിന്റെ അഴിഞ്ഞാട്ടം, പിന്നെ ഫസ്റ്റ് തിയേറ്റർ വെച്ചാൽ പക്ക ഒരു തമിഴ് തെലുങ്ക് പടത്തിന്റെ ഒരു വൈബ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാസം പരിപാടിയൊക്കെ നല്ല ഒരു സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രി ഇനി വരാൻ പോകുമെന്ന് ഇനി ഇത് ഇൻസ്പയർ ആയിട്ട് ഇനി കുറെ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഹാഫ് കത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിലം കത്തിക്കലായിരുന്നു. പനി മറന്നുപോയി അത്ര നേരത്തെയൊക്കെ. എന്തായാലും ഇനിയും സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ആട്ടമായിട്ടിരിക്കുകയാണ്. ഇനി സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ അഴിഞ്ഞാട്ടമായിരിക്കും. എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ വന്നിട്ടില്ല ഇതുവരെയായിട്ട്. വരാനിട്ട് തന്നെ ഇത്ര അഴിഞ്ഞാട്ട്. ഇനി പുള്ളിയും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇനി കാണാം. എന്തായാലും നമുക്കപ്പം ഇനിയും പടം മൊത്തം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം സെക്കൻഡ് ഹാഫ്. അങ്ങനെ പടം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്തോ പറയട്ടെ, എല്ലാം തീ സാധനം. തീ എന്ന് പറഞ്ഞാൽ പറയുന്ന പോലെ തന്നെ നോ ലോജിക് ഉള്ളി മാഡ്നസ്. എന്തായാലും പടമാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കത്തിച്ചിട്ടുണ്ട്. മോഹൻലാൽ ദിലീപും നിന്ന് കത്തിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസ് ഒക്കെ നമ്മൾ നാളെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു മലയാള സിനിമ ഇങ്ങനെ എൻജോയ് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ടുണ്ട്. കാരണം ഒരു തമിഴ് പടത്തിലുള്ള അല്ലെങ്കിൽ തെലുങ്ക് പടത്തിലുള്ള എലിമെന്റ്സ് എല്ലാം കൂടി കൂടി ചേർത്തൊരു മസാല, പക്ക മസാല പടം. ഇന്നേ വരെ ഇങ്ങനെ ഒരു സാധനം നമ്മൾ മലയാളത്തിൽ വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നില്ല. അത് ശരിയാണ്. ലാലേട്ടനും ദിലീപിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ആ ഒരു പടത്തിൽ കാണാൻ കഴിയുന്നത്. ഇജാതി തിയേറ്റർ എക്സ്പീരിയൻസ് ആസ്വദിച്ചില്ലെങ്കിൽ അത് വലിയ സത്യം പറയാൻ ഇത് ലോജിക്കൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞേക്കുന്നത്. ഈ ലോജിക്കും കോപ്പും ഒക്കെ നോക്കി ഈ പടം കാണരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, അവരാദ്യം പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്നവന്മാർ ലോജിക്ക് ഇല്ലാത്തവന്മാർ അത്ര മണ്ടന്മാരായിരിക്കും ഈ പടത്തിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നത്. സ്റ്റോറി വൈസ് 100 കോടിയായിട്ട് അടുത്ത് ഉറപ്പിച്ച് കറക്റ്റ് ദിലീപ് എവിടെയൊക്കെ ഡൗൺ ആണ് അവിടെ എല്ലാം മോഹൻലാലിൻ്റെ ഒരു കൈ ആ ഒരു സിനിമയെ കാണാനുണ്ട്. എന്തായാലും പടം തൂക്കി കിടിലം കമ്പാക്ക്. ഇതൊരു 2-3 പ്രാവശ്യം കണ്ടാലും ഒരു കുഴപ്പമില്ല. നമുക്ക് ബെർത്തായിട്ടുള്ള സാധനമാണ്. നമ്മൾ കൊടുത്ത പൈസക്കുള്ള വസൂൽ സാധനമാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞങ്ങളുടെ ഇപ്പോഴത്തെ റിവ്യൂ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പോയി.